കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മന്ത്രി ഇന്ന് വിളിച്ചേർത്ത യോഗത്തിൽ ABVP ഒഴികെയുള്ള മുഴുവൻ സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും PM ശ്രീ നടപ്പിലാക്കരുത് എന്ന നിലപാടാണ് ഉയർത്തിപ്പിടിച്ചത്. തീർത്തും അബദ്ധജടിലവും അവാസ്തവവുമായ കാര്യങ്ങളാണ് ഇവിടെ ABVPയുടെ പ്രതിനിധികൾ പറഞ്ഞിട്ട് പോയത്. 1 കോടി രൂപ ബ്ലോക്കിലെ 2 സ്കൂളുകൾക്ക് നൽകുന്ന പദ്ധതിയുടെ പേരാണ് PM ശ്രീ. ആ പദ്ധതി 2027 വരെ മാത്രമേ ഉള്ളൂ. അതിനുശേഷം അതിന്റെ സ്ഥിതി എന്താണെന്ന് വിവരിച്ചിട്ടില്ല. 40% വിഹിതം സംസ്ഥാന സർക്കാരാണ് നൽകുന്നത്, 60% കേന്ദ്ര സർക്കാർ. പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം ഒപ്പിടുന്നതിന് തുല്യമാണ് PM ശ്രീയിൽ ഒപ്പിടുന്നത് വഴി ഉണ്ടാവുക എന്നുള്ളതാണ് മറ്റൊന്ന്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നേ വരെയും PM ശ്രീയിൽ ഒപ്പിട്ടാൽ നിങ്ങൾക്ക് ഈ തുക തരാമെന്നും പറയുമ്പോഴും 2 തവണ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി MHRD മിനിസ്റ്ററെ പോയി കണ്ടപ്പോഴൊക്കെയും കൃത്യമായി കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പക്ഷേ ഇതിന്റെ കാര്യത്തിൽ മാത്രം ഒരു തീരുമാനവുമില്ല. എന്നാൽ നേരെ മറിച്ച് ഇത് തരാൻ കഴിയില്ല എന്നുള്ളൊരു മെയിലോ ഒരു കത്തോ ഇവിടെ വന്നതായി വിദ്യാഭ്യാസ മന്ത്രി പറയുന്നുമില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ഒളിച്ചുകളിയുണ്ട്. കൺകറന്റ് ലിസ്റ്റിൽ പെടുന്ന വിദ്യാഭ്യാസത്തെ പൂർണ്ണമായും സെൻട്രലൈസ് ചെയ്യാനുള്ള സംഘപരിവാർ അജണ്ടയാണ് ഇതിന്റെ പിറകിൽ. ഇതെല്ലാവർക്കും മനസ്സിലാവും. രാജ്യത്ത് 50,000 വിദ്യാലയങ്ങൾ ഓരോ വർഷവും പൊതുവിദ്യാലയങ്ങൾ പൂട്ടിക്കെട്ടുന്ന ആളുകളുടെ പേരാണ് RSS BJP. അവരാണ് ഇവിടെ വന്നിട്ട് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല ഞങ്ങൾ ഇതുവഴി ഉദ്ധീകരിച്ച് കളയും, പുനരുദ്ധാരണം ചെയ്ത് കളയും എന്നൊക്കെ നമ്മളോട് വന്ന് പറയുന്നത്. എന്തൊക്കെയാണ് കേൾക്കേണ്ടത്? ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ: RSSന്റെ നയം നടപ്പിലാക്കാൻ കേരളത്തിന്റെ ചെലവിൽ കാര്യങ്ങൾ നടപ്പിലാക്കണം. ഇത് തന്നെയാണ് രാജ്യത്തെമ്പാടും ചെയ്യുന്നത്. പൂർണ്ണമായും സ്വകാര്യവൽക്കരിക്കുകയും കോർപ്പറേറ്റ് വൽക്കരിക്കുകയും ചെയ്യുകയാണ്. ഇപ്പൊ നിങ്ങൾ വെറുതെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. 50,000 സ്കൂളുകൾ ഓരോ വർഷം പൂട്ടുകയാണ്. അതിന് പകരം 11,000 സ്വകാര്യ സ്കൂളുകൾ രാജ്യത്ത് ആരംഭിക്കുകയാണ്. ഇത് നടക്കുന്ന രാജ്യത്താണ് ഇവിടെ വന്നിട്ട് പറയുന്നത് ഞങ്ങളും സമരരത്ത് വരാം. യഥാർത്ഥത്തിലെ പ്രശ്നം രാജ്ഭവനിൽ ഇവർ കൊണ്ടുപോയി ഇരുത്തിയിരിക്കുന്ന ഇന്നത്തെ RSS പ്രചാരകൻ, ആ RSS പ്രചാരകൻ കഴിഞ്ഞ കുറച്ച് ദിവസമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നയങ്ങൾക്കെതിരെ SFI സമരരംഗത്ത് വന്നപ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാനാണ് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മന്ത്രിയെ തെരുവിൽ നേരിടാൻ വേണ്ടി ഇവർ മുന്നിട്ടിറങ്ങിയത്. അതുവരെ ഇവർക്ക് സമരമൊന്നുമില്ല. ഇതുവരെ PM ശ്രീയുമായി ബന്ധപ്പെട്ട് യാതൊരു ചർച്ചയുമില്ല. SFIക്ക് വേണ്ടി പറയാനുള്ളത്, ഇപ്പൊ ഇവിടെ മറ്റ് സംഘടനകളുടെ അവരുകൂടി സംസാരിക്കും. അവരെല്ലാം അവരുടെ നിലപാട് ഉയർത്തിപ്പിടിച്ചു. അവർ നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ അവരവരുടെ നിലപാട് ഉയർത്തിപ്പിടിച്ചു, അതിനെ അഭിവാദ്യം ചെയ്യുന്നു. SFIക്ക് വേണ്ടി പറയാനുള്ളത്, PM ശ്രീ മാറ്റി നിർത്തി ഇവിടെ തരാനുള്ള ഫണ്ട്, ആ ഫണ്ട് നൽകിയില്ല എങ്കിൽ കേരളത്തിൽ കേന്ദ്രമന്ത്രിമാർ ചോദ്യം ചെയ്യപ്പെടും, അവർ വഴിമുടക്കപ്പെടും. കേരളത്തിൽ വളരെ സ്വസ്ഥമായി വരിക്കാം എന്നവർ കരുതണ്ട. വലിയ പ്രഖ്യാപനമൊക്കെ ആയിട്ടാണ് നടത്തിപ്പോയത്. കൃത്യമായി ഇവിടെ തരാനുള്ള പണം, ആ പണം നികുതി പണമാണ്. ഇവിടുന്ന് നികുതി അടച്ച് ഇവിടുത്തെ സാധാരണക്കാർക്ക് കിട്ടേണ്ടതാണ്. ഇവിടെ ഓരോ വർഷവും പൊതുവിദ്യാഭ്യാസം മുന്നോട്ടാണ്. 5,000 കോടി രൂപ കിഫ്ബി വഴിയും അല്ലാതെയും പൊതുവിദ്യാഭ്യാസത്തിൽ ചെലവഴിച്ച സംസ്ഥാനത്തിന്റെ പേരാണ് കേരളം. 10,000-കണക്കിന് സ്കൂളുകൾ ഹൈടെക്കായി മാറി. അതിന് ക്ലാസ് റൂമുകൾ സെൻട്രലൈസ്ഡ് AC ആവുകയും ലിഫ്റ്റ് ഉണ്ടാവുകയും 10,000-കണക്കിന് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഓരോ വർഷവും പൊതുവിദ്യാഭ്യാസത്തിലേക്ക് കടന്നു വരുന്ന സംസ്ഥാനത്തിൽ ഇരുന്നാണ് ഇങ്ങനെ സ്വകാര്യ മാനേജ്മെന്റിന് വേണ്ടിയും കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയും നയം നടപ്പിലാക്കുന്ന കേന്ദ്ര സർക്കാരിന് വേണ്ടി ഇവിടെ വന്ന് ഗവർണർക്കെതിരെയുള്ള സമരം നയിച്ചതിന്റെ പേരിൽ അതിന്റെ ദുഷ്ടലാക്ക് തീർക്കാൻ വേണ്ടി മന്ത്രിക്കെതിരെ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടത്തുന്നത്. അതിൽ തന്നെ ചില തെറ്റിദ്ധാരണാജനകമായ കാര്യം പറഞ്ഞു. മന്ത്രി ചില സ്റ്റേറ്റ്മെന്റ് നടത്തി പോലും ഞങ്ങൾക്ക് ഇത് നടത്താൻ താല്പര്യമുണ്ട്, CPI സമ്മതിക്കാത്തതാണ്. അങ്ങനെ ഒരു നിലപാടേ ഇല്ല, പച്ച കള്ളമാണ് പറഞ്ഞത്. അത് ഈ യോഗത്തിൽ തന്നെ ഞങ്ങൾ പൊളിച്ചു കൊടുത്ത വാദമാണ്. ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും പൊതുവിലും പൊതുവിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടും ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ടും അത് നടപ്പിലാക്കരുത് എന്ന നിലപാട് തന്നെയാണ്. ആ നിലപാട് തന്നെയാണ് SFIക്ക് ഉള്ളത്. അത് തന്നെയാണ് പലരും ഇവിടെ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. ആ നിലപാട് അതുപോലെ നിലനിൽക്കും. ABVP ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന തെറ്റായ നിലയിലുള്ള സമരം, ആ സമരം അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. അത് ശരിയായ നിലയിലല്ല മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. അവരുടെ പ്രതിഷേധം അവർക്ക് സൂചിപ്പിക്കാം, പക്ഷെ അതിന്റെ രീതികൾക്കപ്പുറത്തേക്ക് അത് തെറ്റിദ്ധാരണാജനകമായി മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് പറയാനുള്ളത്. മറ്റെന്താണ് ഈ രാജ്യത്ത് ഇന്ന് ജീവിക്കാൻ സമരമല്ലാതെ മറ്റൊന്നും വഴിയില്ല എന്നിരിക്കെ മറ്റെന്താണ് നമ്മുടെ മുന്നിലെ മാതൃക?
തീർച്ചയായും സമരം ചെയ്യും. കേന്ദ്രമന്ത്രിമാർക്കെതിരെ സമരം ചെയ്യും. PM ശ്രീക്ക് പുറമെ ഇവിടെ തരാനുള്ള SFI ഉൾപ്പെടെയുള്ള ഫണ്ട്, ആ ഫണ്ട് അടിയന്തരമായി നൽകുക. കേരളത്തിന്റെ വിദ്യാർത്ഥികൾക്കുള്ള ഫണ്ടാണ്. ആ ഫണ്ട് അടിയന്തരമായി നൽകുന്നതിന് പകരം അത് തരില്ല എന്ന നിലപാടെടുത്ത് ഉയർത്തിപ്പിടിക്കുന്നത് ഒരു ഫെഡറൽ സ്റ്റേറ്റിന് നല്ലതല്ല. ഈ രാജ്യത്തിന്റെ ഭരണഘടനയുണ്ടല്ലോ, അപ്പൊ അത് സ്വാഭാവികമായി അത് ഉയർത്തിപ്പിടിച്ച് അവർ തരുന്നില്ല എങ്കിൽ സമരരംഗത്ത് ഇറങ്ങും. മറ്റൊന്നുമില്ല. മനസ്സിലായില്ല. അല്ല, ഞങ്ങൾ ഈ പറഞ്ഞു SFI ഉൾപ്പെടെ ആരോടും സംസാരിക്കാൻ ഇവിടെ മന്ത്രി തയ്യാറാണ്. ഞങ്ങൾ ആശ്ചര്യപ്പെടുത്തിയത് മന്ത്രി ആരോടും സംസാരിക്കാൻ തയ്യാറാണ്. 2 തവണ MHRD മിനിസ്റ്ററുമായി സംസാരിച്ചു. MHRD മിനിസ്റ്റർ ചായ കൊടുത്തു എന്നല്ലാതെ ഈ കാര്യത്തിനോട് കാര്യം തീരുമാനമാവുന്നില്ല. ഇത് തരാൻ കഴിയില്ല എന്നൊരു കത്തെഴുതി തരുന്നുമില്ല. ഇപ്പോൾ ഇത് കേന്ദ്ര സർക്കാർ പലയിടത്തും നടപ്പിലാക്കുന്ന 2027 വരെ ഒരു 2 സ്കൂൾ ബ്ലോക്കിൽ ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിക്കും. 1 കോടി രൂപ തരും. അതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യും? ഇതിനൊന്നും ഉത്തരവില്ല. ഇതൊക്കെ ഉത്തരവ് ABPക്കുമില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതെന്താണ്? ഇതൊരു സെൻട്രലൈസ്ഡ് പോളിസിയായി കൊണ്ടുവന്ന് ഈ നാട്ടിലെ ആളുകളുടെ ചെലവിൽ കാവ്യവൽക്കരണം നടത്തണം. അത് പറ്റില്ല. അത് ഗവർണറുടെ അഭിപ്രായം, ഞങ്ങൾക്ക് അഭിപ്രായമില്ല, SFIക്കില്ല. അല്ല, തീർച്ചയായും സെൻട്രലിന്റെ നീക്കം അത് പല രൂപത്തിൽ വന്നു കഴിഞ്ഞല്ലോ. അത് ഗവർണർ ഉപയോഗിച്ചു, അധികാരമില്ലാത്തിടത്ത് ഗവർണർ ഉപയോഗിച്ചു, മറ്റേ അധികാരമുള്ളിടത്ത് സ്വാഭാവികമായും തീർച്ചയായും അതെ. ഗവർണർ ഉൾപ്പെടെ ഇപ്പൊ ഗവർണർക്കെതിരെ സമരരംഗത്ത് ഇറങ്ങിയപ്പോഴാണ് ഇതുവരെ ഇല്ലാത്ത PM ശ്രീ പ്രശ്നവുമായിട്ട് ABP വന്നത്. ഇതുവരെ എവിടെയായിരുന്നു? അപ്പൊ അതൊരു ചോദ്യം പ്രസക്തമാണല്ലോ.